ചെരിച്ച് വെട്ടിക്കൊടുക്കണം. ചെരിച്ച് വെട്ടിക്കഴിഞ്ഞ് ഇതിങ്ങനെ ഒന്ന് വെട്ടണം, ചരിച്ച് കേട്ടോ. എല്ലാ കമ്പും നമുക്ക് ഇതുപോലെ ചെരിച്ചൊന്ന് വെട്ടിക്കൊടുക്കാം. കണ്ട, ചെരിച്ച് വെട്ടിയത് വെട്ടിയെടുക്കാം. മുല്ലപ്പൂവിൻ്റെ ഇത് വലിയൊരു ഇത് കൃഷിത്തോട്ടങ്ങളുള്ളത് തമിഴ്നാട്ടിലാണ്. മുല്ല എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരാം തമിഴ്നാടും അവിടുത്തെ ആൾക്കാരെയാണ്. അവർ പൂ വയ്ക്കാണ്ട് അവർക്കൊരു പരിപാടിയുമില്ല. ചോറ് കഴിച്ചില്ലെങ്കിൽ അവർ പൂ വയ്ക്കും, തലയിൽ വാങ്ങിച്ച് വയ്ക്കും. അതാണ് അതവരെ ഒരു പ്രത്യേകത. ഇന്നത് ഇപ്പം ഇത് ഇങ്ങനെ ചരിച്ച് വെട്ടി. ഇനി നമുക്ക് ചരിച്ച് വെട്ടിയാൽ പോരാ, ഇതിൻ്റെ ഇലകളൊക്കെ കളയണം. ഇലകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. നമ്മൾ ചരിച്ച് വെട്ടിയിട്ട് നമ്മൾ ഇതുപോലെ കളയണം കേട്ടോ. ഇലകൾ കണ്ട, എല്ലാ ഇലയും കളയാം. ഇതിങ്ങനെ വെട്ടിക്കളയാം. കണ്ട, ഇത്ര മതി നമുക്ക് ഈ മുല്ലേരെ കമ്പുകൾ വേര് പിടിപ്പിച്ചെടുക്കാം. ഇതേപോലെ അല്ലാതും ആക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ഇത് കണ്ട, ഇങ്ങനെ ആക്കിയെടുക്കണം. ചരിച്ച് വെട്ടി ഇതുപോലെ ആക്കിയെടുക്കണം നമുക്ക്. ഒക്കെ അതുപോലെ അല്ല കളയട്ടെ. അപ്പോൾ നമ്മൾ കമ്പ് മുറിച്ചെടുക്കുമ്പോൾ അധികം മൂത്ത തണ്ടും ആവരുത്, അധികം ഇളം തണ്ടും ആവരുത്. ഒരു ഇടത്തരം തണ്ടുകൾ മുറിച്ചെടുക്കുക കമ്പ് മുറിച്ചെടുക്കുമ്പോൾ. അതാണ് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനത്തെ തണ്ടുകളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഒരുപാട് മൂത്ത തണ്ടുകളാകുമ്പോൾ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചെറിയ തണ്ടുകളാകുമ്പോൾ അത് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ചീഞ്ഞും പോകും. അപ്പോൾ ഒരു ഇടത്തരം തണ്ടുകൾ മുറിച്ചെടുത്താൽ നല്ലത്. ഇനി നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരേ ചെറിയ ചെറിയ കവറിൽ നട്ടു കൊടുക്കണം നമുക്ക്. ഈ മുല്ലേര കമ്പുകളെ മിനി പറയുന്ന എന്നോട് ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ, ഡ്രസ്സിലൊക്കെ വെച്ച് തേക്കല്ലേ കറിയുണ്ടെന്ന്. അപ്പോൾ ഇത് അലോവേരയാണ്. അപ്പോൾ ഒരു റൂട്ടിങ് ഹോർമോൺ ഈ അലോവേര. അലോവേര അല്ലെങ്കിൽ ഹണി അങ്ങനത്തെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ റൂട്ടിങ് ഹോർമോണിന് പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങളിൽ. അതെ നമുക്ക് ഇതിൽ